നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിൽ PSC പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ 3 പരീക്ഷകൾ ഒരുമിച്ച് നടന്നത് ഒറ്റയടിക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എങ്ങനെ? പരീക്ഷ എഴുതാൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾ രാവിലെ അവരുടെ സമയം ചെലവഴിച്ച് പോക്കറ്റിലെ കാശും ചെലവാക്കി കിലോമീറ്ററുകൾ താണ്ടി പല പരീക്ഷാ സെൻറ്ററുകളിൽ ചെന്ന് അവിടെ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന സന്ദർഭത്തിൽ അറിയിപ്പ് വരികയാണ്, ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ മാറ്റിവെച്ചു അത്രേ. എന്തൊരു വിസ്മയമാണ്! കേരളത്തിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടക്കുന്ന ഒരു ഗംഭീര വിസ്മയമെന്ന് പറയേണ്ടി വരികയാണ്. പല സെൻറ്ററുകളിലും പരീക്ഷ എഴുതാൻ എത്തിയവർ, അതായത് ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. പലരും അവരുടെ ജോലികളെല്ലാം മാറ്റിവെച്ച് പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവധിയെടുത്താണ് ഇങ്ങനെ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അതിനോടൊപ്പം തന്നെ കിലോമീറ്ററുകൾ താണ്ടിയാണ് പരീക്ഷാ സെൻറ്ററുകൾ വരുന്നത്. പൈസ ഇല്ലെങ്കിൽ പോലും ഇല്ലാത്ത കാശുണ്ടാക്കി പെട്രോൾ അടിച്ച് പരീക്ഷാ സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോൾ പരീക്ഷാ ചോദ്യപേപ്പർ ലീക്കായി എന്നതിൻ്റെ പേരിൽ ഒരു പരീക്ഷ മാറ്റിവെച്ചാൽ ആ ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന എന്തൊരു അനാസ്ഥയാണ്, അല്ലെങ്കിൽ എന്തൊരു കൊടും നീചത്വമാണ്. അങ്ങനെ ഇന്നിപ്പോൾ 3 പരീക്ഷകളാണ് നടന്നത്. അത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, സ്റ്റോർമാൻ, ഒപ്പം തന്നെ LDC കമ്പനി കോർപ്പറേഷൻ്റെ പരീക്ഷകൾ ഒരുമിച്ച് നടത്തുകയായിരുന്നു. ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ എക്സാം സെൻറ്ററിൽ നിന്ന് അവസാനം ഇറക്കിവിട്ട സന്ദർഭത്തിൽ കുട്ടികളിൽ ചിലർ, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളിൽ ചിലർ പ്രതികരിച്ച ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ദേ ഒന്ന് കണ്ടേ. ഗൈസ്, PSC പരീക്ഷയിൽ പോലും അടിമുടി പൂക്കീസാണ് കേട്ടോ. ഇന്നിപ്പോൾ 18-ാം തീയതി ആയിട്ടുള്ള ഇന്ന് നടത്താൻ വേണ്ടിയിരുന്ന, സ്റ്റേറ്റ് വൈഡായിട്ട് നടത്താൻ വേണ്ടിയിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെയും അതുപോലെ തന്നെ സ്റ്റോർമാൻ്റെത്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LD ഡിവിഷൻ ക്ലർക്കിൻ്റെയൊക്കെ എക്സാം ഇത്രയും ദൂരം നിന്ന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നിട്ട് പരീക്ഷ മാറ്റിവെച്ച് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഗതികേട് ആലോചിച്ച് നോക്കണേ. 50-60 കിലോമീറ്റർ കാശില്ലാത്ത സമയത്ത് എണ്ണയടിച്ച് ഇത്രയും രൂക്ഷമായിട്ടുള്ള എണ്ണ വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ പൈസ അടിച്ച് എണ്ണയടിച്ച് ഇവിടെ വന്ന വിദ്യാർത്ഥികൾ ഇതാ പരീക്ഷ എഴുതാൻ തിരിച്ചു പോവുകയാണ്. ചിലവരൊക്കെ ജോലിക്ക് ലീവൊക്കെ ഇട്ട് വന്നവരാണ്. എന്തൊരവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കണം. പൂക്കിസം നിറഞ്ഞാടുകയാണ്, എന്ത് പറയും. അതിവിടെ വന്ന് കയറിയതിന് ശേഷമാണ് ചോദ്യപേപ്പർ ഇതായെന്നോ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഇവർ ആൾക്കാരെ പറഞ്ഞു വിടുന്നത്. ചോദ്യപേപ്പർ ലീക്കായെന്നോ എന്തൊക്കെയാണ് അവസ്ഥയെന്ന് ആലോചിക്കണേ. മര്യാദയ്ക്ക് വന്ന് പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേരളത്തിനെ സംബന്ധിച്ച് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ സീനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. 60-70 കിലോമീറ്റർ ദൂരം നിന്നൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു കേട്ടോ. മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ അവർ ഔദ്യോഗികമായി അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ടെന്ന്. സാങ്കേതിക കാരണമൊന്നുമല്ല, ഇവിടെ നിന്ന് പൊതുവേ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ സംസാരം ഉണ്ടായിരുന്നു ചോദ്യപേപ്പർ ചോർന്നുവെന്ന്. ഇപ്പോൾ ഗതികേട് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇതാണ്. ഇതിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് ഹൈസ്കൂളാണ്. നമ്മുടെ SP ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്തായിട്ട് വരുന്ന ഫോർട്ട് ഹൈസ്കൂളിലാണ്. അവസ്ഥയെന്നല്ല എന്ത് പറയാനാണ്. നമ്മളൊക്കെ ഇരുട്ടവളൊക്കെ പഠിച്ച് അതും പോരാഞ്ഞിട്ട് അല്ലാതെ ജോലിക്കൊക്കെ പോയി ആ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് 60-70 കിലോമീറ്റർ 350 രൂപയ്ക്ക് എണ്ണയും അടിച്ച് കൊള്ള വില കൊടുത്ത് എണ്ണയും അടിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി വന്നപ്പോൾ ഇവർക്കതൊക്കെ ഒരു വലിയ വിലയില്ല. എന്ത് ഗതികേടാണെന്നൊന്ന് ആലോചിക്കണേ. അപ്പോൾ എന്തായാലും പൂക്കിസം നിറഞ്ഞാടുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ. അതെ, ഉദ്യോഗാർത്ഥികൾ പറയും പോലെ മൊത്തം പൂക്കിസമാണ്, പൂക്കി വിസ്മയമാണ്. ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമസ്ത മേഖലയും താളം തെറ്റുന്നു എന്നതിൻ്റെ തെളിവാണ് പരീക്ഷാ ഹാളിലെത്തിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്നത് പോലെ നീറ്റ് പരീക്ഷാ ചോർച്ച നിങ്ങൾ കണ്ടല്ലോ. CBSE പരീക്ഷ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഈ നാട്ടിലെ യുവാക്കൾ പ്രതിഷേധ സമരം നടത്തുന്നത്, നിരാഹാരം ഇരിക്കുന്നത്. 12ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അതുപോലെ നമ്മുടെ നാട്ടിലേക്കും കടന്നു വരികയാണ്. PSC പരീക്ഷകളൊക്കെ ഉത്തരവാദിത്തമില്ലാതെ നടത്തുകയാണ്. ഇന്നലകളിൽ PSCയെക്കുറിച്ച് വലിയ ആക്ഷേപം ഉന്നയിച്ചവർ, PSC പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ നാട്ടിലെ PSC പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് കാട്ടിയ കൊടും വഞ്ചനയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ
റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവർ മണ്ണുവാരി തിന്നുന്ന ദൃശ്യം പുറത്തേക്ക് വന്നു. അവർക്ക് നിയമനം കൊടുക്കാത്ത സാഹചര്യം. എന്നാൽ പരീക്ഷ നടത്തുന്ന കാര്യത്തിലോ അതിനും വരുത്തിയിരിക്കുന്നു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ, ഗുരുതരമായിട്ടുള്ള വീഴ്ച. ആ വീഴ്ചയുടെ ഇരയായി തീർന്നിരിക്കുന്നത് ഈ നാട്ടിലെ ജോലി തേടി അലയുന്ന നിരവധി ചെറുപ്പക്കാരെയാണ്. അവരുടെ സ്വപ്നങ്ങളെയാണ് ഈ തച്ചുടച്ചു വിടുന്നത്. ഈ പരീക്ഷ ഇനി എപ്പോഴത്തേക്ക് നടത്തുമെന്നോ എന്താണ് പരീക്ഷ മാറ്റിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നോ ഇതുവരെ വിശദീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിന്റെ ഭാഗമായിരിക്കും? ഭരണത്തിന്റെ കഴിവുകേടിന്റെ ഭാഗമാണോ ഈ സംഭവിച്ചിരിക്കുന്നത്? നീറ്റ് പരീക്ഷ നടത്തിയ പോലെ ഇനിയിപ്പോൾ കേരളത്തിലെ PSC പരീക്ഷകൾ നടത്താൻ, ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ ഇനി എയർഫോഴ്സിനെയും സൈന്യത്തെയും കേരളത്തിലും കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും പരീക്ഷ എഴുതാൻ സെന്ററുകളിലെത്തിയ കുട്ടികളോട് കാണിച്ച ആ കൊടിയ വഞ്ചന, അല്ലെങ്കിൽ ഇത്രയും വലിയ നീചത്തരം, അല്ലെങ്കിൽ നീതികേട്, അത് കാട്ടിയതിന് ഉത്തരവാദിത്വം PSC പറയേണ്ടതുണ്ട്, സർക്കാർ സംവിധാനങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? മുതലാളിമാരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ബെക്കാഡിയുടെ കാര്യത്തിനൊക്കെ ഫയലുകൾ വേഗത്തിൽ നീങ്ങുകയും അതിൽ തീരുമാനമെടുത്തു കൊടുക്കാനായിട്ട് വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിങ്ങളുടെ പൂക്കിത്തരം കാണിക്കേണ്ടത് ഈ ഉദ്യോഗാർത്ഥികളോടല്ല. നിങ്ങൾ കാട്ടിയ കൊടിയ അനാസ്ഥയുടെ ഭാഗമാണ് ഇങ്ങനെ എക്സാം ഹാളിൽ എത്തിയതിനു ശേഷം അവിടെ ചോദ്യപേപ്പർ ചോർന്നു എന്നതിന്റെ പേരിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ പരീക്ഷ മാറ്റി എന്ന പേരിൽ എക്സാം ഹാളിൽ കയറിയ ഉദ്യോഗാർത്ഥികളെ ഇറക്കി വിട്ടു എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശക്തമായിട്ടുള്ള നടപടികൾ ഇതിനെതിരെ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയർന്നു വരേണ്ടതുണ്ട്. കാര്യം ഇങ്ങനെ യുവത്വങ്ങളുടെ ജീവിതം വെച്ച് പന്താടുകയല്ല ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്.